Hi, welcome to the next lecture of Mathematical Logic. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിലുള്ള റൂൾ ഓഫ് ഇൻഫറൻസസിന്റെ പ്രോബ്ലംസിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദ വാലിഡിറ്റി ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ്. എന്തൊക്കെയായിരുന്നു റൂൾ ഓഫ് ഇൻഫറൻസസ്? 7 റൂൾ ഓഫ് ഇൻഫറൻസസ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. കൺജങ്ഷൻ, സിംപ്ലിഫിക്കേഷൻ, അഡീഷൻ, ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്, law of contrapositive, disjunctive syllogism, hypothetical syllogism. Okay. അപ്പോൾ ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് it is not sunny this afternoon and it is colder than yesterday. We will go swimming only if it is sunny. If we do not go to swimming, then we will take a canoe trip. If we take a canoe trip, then we will be home by sunset. Conclusion endana? We will be home by sunset. എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത് അതൊക്കെ കളക്ട് ചെയ്യുക. P എന്ന് പറയുന്നത് it is sunny this afternoon. Q, it is colder than yesterday. R, we will go swimming. S, we will take a canoe trip. T, we will be home by sunset. ഓക്കെ, ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ട് ഇത് നോക്കിയിട്ട് ഏതൊക്കെ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യണം. സേം ഇറ്റ് ഈസ് നോട്ട് സണ്ണി ദിസ് ആഫ്റ്റർനൂൺ ആൻഡ് ഇറ്റ് ഈസ് കോൾഡർ ദാൻ യെസ്റ്റർഡേ. ആൻഡ് ആണ് ഓപ്പറേറ്റർ ഉള്ളത്. അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടി വരിക? ആൻഡ് ഓപ്പറേറ്റർ ആണ് വരുന്നതെങ്കിൽ നെഗേഷൻ പി ആണ്. നെഗേഷൻ പി ആൻഡ് it is colder than yesterday എന്ന് പറയുന്നത് Q ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതായി. We will go swimming only if it is sunny. അപ്പോൾ എന്താ പറയുക? It is sunny this afternoon ആണെങ്കിലാണ്. അപ്പോൾ ഇതെന്ത് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we will go for swimming. അതായത് R, ആക്ച്വലി ഇത് തന്നത് R only if P, R only if P ആണ് തന്നിട്ടുള്ളത്. That means R implies P. P only if Q. Okay, P implies Q ആണെങ്കിൽ നമ്മൾ ആ രീതിയിലും അതിനെ പറയും. So we will go swimming only if it is sunny. If we do not go to swimming, then we will take a canoe trip. എന്ത് പറയും? We do not go to swimming. Do not go to swimming എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R negation R implies എന്ത് വരും? We will take a canoe trip എന്ന് പറയുന്നത് S ആണ്. അപ്പോൾ negation R implies S. അടുത്ത സ്റ്റേറ്റ്മെന്റ്, if we take a canoe trip, then we will be home by sunset. T ആണ് ലാസ്റ്റ്. if we take if S then T ആണ്. അപ്പൊ എന്ത് വരും? S implies T. കൺക്ലൂഷൻ എന്താ? therefore T ആണ് നമ്മുടെ കൺക്ലൂഷൻ വരിക. T നമ്മുടെ കൺക്ലൂഷൻ. ഇത് ടോട്ടൽ നമ്മുടെ ഹൈപ്പോത്തിസിസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇനി ഇതിന്റെ എന്താണ് വാലിഡ് ആർഗ്യുമെന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാവുന്നത് സ്റ്റെപ്പ് എടുക്കുക, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുക, അതിന്റെ റീസൺ അവിടെ തന്നെ എഴുതി വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾക്ക് എന്ത് പറയണം? നെഗേഷൻ പി ആൻഡ് ക്യൂ ഈസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. അത് ട്രൂ ആണെങ്കിൽ നമ്മൾക്ക് സിംപ്ലിഫിക്കേഷൻ വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? സിംപ്ലിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് പറയാം? ദാറ്റ് ഇസ് നെഗേഷൻ പി ഈസ് ട്രൂ ആണെന്ന് പറയാം യൂസിങ് സിംപ്ലിഫിക്കേഷൻ റൂൾ. സിംപ്ലിഫിക്കേഷൻ റൂൾ P ആൻഡ് Q ആണെങ്കിൽ P അവിടെ ട്രൂ ആയിട്ട് വരും.
ഇവിടെ പിയുടെ സ്ഥാനത്ത് നെഗേഷൻ പി ആണ്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി തേർഡ് വൺ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? നെഗേഷൻ പി ട്രൂ ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആർ ഇംപ്ലൈസ് പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആർ ഇംപ്ലൈസ് പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. നെഗേഷൻ പി ട്രൂ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? That is negation R is true. Negation R is true using law of contrapositive. Law of contrapositive. Contrapositive. ഏതൊക്കെയാണ്? 3 and 4 യൂസ് ചെയ്തിട്ടല്ലേ ഇത് വരിക. ലോ ഓഫ് കോൺട്രാപോസിറ്റീവ് ആണെങ്കിൽ ഇവിടെയുള്ള 3 and 4 അല്ല. യൂസിങ് ഏതൊക്കെയാ? നെഗേഷൻ ആർ ട്രൂ ആണെങ്കിൽ, അതായത് അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ സെക്കൻഡ് വണ് നെഗേഷൻ പി ട്രൂ ആണെന്ന് എഴുതി. ഈ തേർഡ് വണ് ആർ ഇംപ്ലൈസ് പി ട്രൂ ആണെന്ന് എഴുതി. ഓക്കെ, 3 and 4 അല്ല, സോറി, 2 and 3 കമ്പൈൻ ചെയ്തിട്ട് ഞാൻ എഴുതുമ്പോൾ മാറിപ്പോയതാണ്. 3 and 4 അല്ല, 2 and 3. 2 and 3 കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ലോ ഓഫ് കോൺട്രാപോസിറ്റീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗേഷൻ ആർ ട്രൂ ആണെന്ന് കിട്ടും. ഇനി നെഗേഷൻ ആർ ട്രൂ ആണെന്ന് കിട്ടി. ഇനി നെഗേഷൻ ആർ ഇംപ്ലൈസ് എസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. നെഗേഷൻ ആർ ട്രൂ ആണ്, നെഗേഷൻ ആർ ഇംപ്ലൈസ് എസ് ട്രൂ ആണ്. നമ്മുടെ ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഇത് യൂസ് ചെയ്തിട്ട് ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് വെച്ചിട്ട് എസ് ഈസ് ട്രൂ ആണെന്ന് കിട്ടും. ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് ടെക്സ്റ്റിൽ കാണാം. ഇതൊക്കെ നമ്മുടെ ഹൈപ്പോത്തിസിസ് ആണ്. അതവിടെ എഴുതി വെക്കും കേട്ടോ. ഞാൻ അല്ലാത്തത് എഴുതിയിട്ടില്ല. ഹൈപ്പോത്തിസിസ് ഉള്ളതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അതും കൂടി അവിടെ ചേർത്ത് വെക്കാം. ഇനി എസ് ട്രൂ ആണെന്ന് നമ്മൾ എത്തി. ഇനി എന്തും കൂടി ഉണ്ട്? എസ് ഇംപ്ലൈസ് ട്രൂ ടി ട്രൂ ആണെന്ന് എടുക്കുക. അപ്പോൾ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്തത്? 4ഉം 5ഉം. 4ഉം 5ഉം യൂസ് ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. ഇനി നമ്മൾക്ക് 6ഉം 7ഉം യൂസ് ചെയ്യുക. എസ് ട്രൂ, എസ് ഇംപ്ലൈസ് ടി ട്രൂ ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാം? ടി ഈസ് ട്രൂ. ഏത് യൂസ് ചെയ്തിട്ടാ? ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ്. Law of detachment using 6 and 7. 6 and 7 ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് കിട്ടും? that is true ആണെന്ന് കിട്ടും. which implies T is true. Argument is above argument is actually this is valid. Okay, the next question ആണെങ്കിൽ, ഓക്കെ, ഇവിടെ അസ്യൂം ചെയ്യുന്നത് പി ഇംപ്ലൈസ് ക്യൂ ഒറ്റക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പിന്നെ ക്യൂ ഓർ ആർ ട്രൂ ആണെന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓറിന്റെ കേസിലും ഒറ്റക്കൊരു തീരുമാനം നമ്മൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് രണ്ട് ഹൈപ്പോത്തിസിസ് ഒരുമിച്ച് എടുക്കുന്നതാണ്. പി ഇംപ്ലൈസ് ക്യൂവും നെഗേഷൻ ആറും ജോയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ളത് ക്യൂ, നമ്മൾക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാം. ഏതൊക്കെ? ക്യൂ ഓർ ആർ ഇസ് ട്രൂ ആണെന്ന് എടുക്കാം. പിന്നെയോ രണ്ടാമത്തേത് നെഗേഷൻ ആർ ഇസ് ട്രൂ ആണെന്ന് എടുക്കാം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും ഹൈപ്പോത്തിസിസ് ആണ്. ദിസ് ഇസ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, അപ്പോൾ ഇത് ക്യൂ ഓർ ആർ ഇസ് ട്രൂ, നെഗേഷൻ ആർ ഇസ് ട്രൂ ആണെങ്കിൽ നമ്മൾക്ക് ക്യൂ ഇസ് ട്രൂ ആണെന്ന് കിട്ടും ബൈ യൂസിങ് ഡിസ്ജങ്റ്റീവ് സില്ലോജിസം. ഇനി അടുത്തതില് നാലാമത്തേല് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്ന് എടുത്തു. ഇനി അതില് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്നുള്ളത് അസംപ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഹൈപ്പോത്തിസിസ് ആണ്.
ഓക്കെ, അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ ട്രൂവും ക്യൂ ട്രൂ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? പി ഇംപ്ലൈസ് ക്യൂ ട്രൂവും ക്യൂ ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം ആലോചിക്കാനുള്ളത്. പി ഇംപ്ലൈസ് ക്യൂ ട്രൂവും ക്യൂ ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. കൺക്ലൂഷൻ ആയിട്ടുള്ള പി ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് നമ്മൾക്ക് ഒരു കൺക്ലൂഷൻ വെച്ചിട്ട് നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് നോട്ട് വാലിഡ്, therefore which implies that this is a fallacy. This is a fallacy. ഇനി ഏത് മെത്തേഡിലൂടെയും കൂടി ഒന്നും ചെക്ക് ചെയ്താൽ മതി. ഇത് ആക്ച്വലി നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ഏതൊക്കെയാ? ക്യൂ ഓർ ആർ ആൻഡ് ക്യൂ ഓർ ആർ ആൻഡ് നെഗേഷൻ ആർ. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ക്യൂ ആണ്. ഏതാണ് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതിൽ നമ്മൾക്ക് അബ്സോർപ്ഷൻ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾക്ക് ഇത് ക്യൂ ആയിട്ട് വരും. വിച്ച് ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ടോട്ടോളജി. ഇത് കമ്പൈൻ ചെയ്ത് നോക്കുക. ഇത് ടോട്ടോളജി ആയിട്ട് കിട്ടില്ല. സോ ഇതെന്തായി മാറും? ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇംപ്ലൈസ് ക്യൂ ഓർ ആറും നെഗേഷൻ ആറും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ക്യൂ ഓർ ആറും നെഗേഷൻ ആറ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ കിട്ടില്ലേ? ക്യൂ ഓർ ആറും നെഗേഷൻ ആറ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിന്റെ ആൻസർ ക്യൂ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ സ്ഥലത്ത് ക്യൂ ആണെന്ന് എഴുതിയിരിക്കുന്നത്. ടെക്സ്റ്റിൽ ആ രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാലും മതിയാവും. നോട്ട് എ ടോട്ടോളജി എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും മതി. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാണ് നമ്മൾ. ഇതാണ് പി ഇംപ്ലൈസ് ക്യൂ. പിന്നെ ഉള്ളതിൽ പി ഇംപ്ലൈസ് ക്യൂവില് പിന്നെ ചെയ്യുന്നത് നമുക്കിത് P if and only if Q, negation P or R, negation R, conclusion negation Q. Okay. So P if and only if Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ? P implies Q and Q implies P. അപ്പൊ രണ്ടും ട്രൂ ആണ്. P implies Q true, Q implies Q true ആണ്. അപ്പൊ അത് മാത്രം ഒറ്റക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പൊ ആദ്യം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. അപ്പൊ ഇതിനെന്ത് എഴുതാം? negation P or R is true, negation R is true. ഞാൻ ഇതിനെ ഒന്ന് മാറ്റി എഴുതുകയാണ്. ദാറ്റ് ഇസ് ആർ ഓർ നെഗേഷൻ പി, പിന്നെ ഏതാ? നെഗേഷൻ ആർ ഇസ് ട്രൂ, ഇതും ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഏത് രീതിയിൽ പറയാൻ പറ്റും? നമ്മൾക്ക് ഏത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഡിസ്ജങ്ക്റ്റീവ് സില്ലോജിസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആറിന്റെ സ്ഥാനത്ത് അവിടെ പി ആണ്, നെഗേഷൻ പിയുടെ സ്ഥാനത്ത് ക്യൂ ആണ്. അപ്പൊ എന്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ പി ഈസ് ട്രൂ ആണ്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് നെഗേഷൻ പി ഈസ് ട്രൂ ആണെന്നുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് വേണ്ട ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ക്യൂ ഇംപ്ലൈസ് പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, പി ഇംപ്ലൈസ് ക്യൂ എടുത്താൽ അവിടെ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ക്യൂ ഇംപ്ലൈസ് പി എടുത്തത്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് കിട്ടും? ലോ ഓഫ് കോൺട്രാപോസിറ്റീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നെഗേഷൻ ക്യൂ എന്നുള്ളത് നെഗേഷൻ ക്യൂ ഇസ് ട്രൂ എന്നുള്ള കൺക്ലൂഷനിലേക്ക് വരും. നെഗേഷൻ ക്യൂ ഇസ് ട്രൂ. സോ യൂസിങ് ലോ ഓഫ് കോൺട്രാപോസിറ്റീവ് അവിടെയുള്ള ക്യൂവും പി ഒക്കെ മാറും കേട്ടോ. അത് കൃത്യമായിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ചെയ്യുക, എക്സസൈസ് ഒക്കെ. ഓക്കെ.